ഹലോ. ആ അളിയാ, ഞാനാ ജോർജ് അളിയൻ. അളിയാ പറ. അളിയ എപ്പോൾ എത്തി? ആ അളിയൻ ഇന്ന് വരുമെന്ന് അവള് വിളിച്ചു പറഞ്ഞായിരുന്നു. ഫ്ലൈറ്റ് 9 മണിക്ക് ലാൻഡ് ചെയ്തു. ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആട്ടെ, അളിയനിപ്പോൾ എവിടാ? ഞാൻ ഗവിയിലെ അളിയാ. ഇന്ന് ഒരു ടൂറിസ്റ്റ് ടീം ഉണ്ടായിരുന്നു. വിളിച്ചാൽ കോള് പോകത്തില്ലെന്നാണ് വിചാരിച്ച്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഫുൾ റേഞ്ചാ. ഓക്കെ ഓക്കെ ഓക്കെ, വീട്ടിലോട്ട് ഇറങ്ങും വൈകിട്ട്. ആ ഓക്കെ അളിയാ. ആ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ അളിയാ, അവളെ കയറി ഒന്ന് കണ്ടേക്കണേ സ്കൂളിൽ, അല്ലേ പിന്നെ അത് മതി അവൾക്ക്. ശരി അളിയാ. ഓക്കെ. അളിയനാ? ആ എടാ, ഗവിയൊക്കെ ഇപ്പം റേഞ്ച് ആയല്ലോ. ടൂറിസ്റ്റുകളുടെ പ്രധാന സ്പോട്ടല്ലേ ഗവി. അവിടുത്തെ വലിയൊരു പ്രശ്നമായിരുന്നല്ലോ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കവറേജും നെറ്റ്വർക്കും വന്നതോടെ അവിടുത്തെ പ്രശ്നം മാറിക്കിട്ടി. പിന്നെ ഒരു കാര്യം, അവിടെയെല്ലാം സാധാരണക്കാരല്ലേ. കോവിഡ് വന്ന സമയത്ത് കുട്ടികളുടെ പഠനമൊക്കെ മുടങ്ങി. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴും അവിടെ ദുരിതമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ MP ഇടപെട്ട് ഈ പദ്ധതി അവിടെ കൊണ്ടുവരുന്നത്. കുട്ടികൾക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. വിദ്യാഭ്യാസം മുടങ്ങാതെ അത് പഠിക്കാനും പറ്റി. ഗവി നിവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇനി മുതൽ ഗവിയിലും മൊബൈൽ കവറേജ്. കരുതലായി ആൻഡോ ആന്റണി.